ഇന്ത്യൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് അതിന്റെ മതനിരപേക്ഷതയും രാഷ്ട്രീയത്തിന് അതീതമായ പ്രവർത്തന രീതിയുമാണ്. എന്നാൽ ഈ അടുത്ത കാലത്തായി സൈന്യത്തിനുള്ളിൽ കടന്നുകൂടുന്ന ചില പ്രവണതകൾ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഒരു മുതിർന്ന ആർമി ഓഫീസർ ഔദ്യോഗിക പരിശീലന പരിപാടിക്കിടെ ഭഗവത്ഗീതയെ ആസ്പദമാക്കി നടത്തിയ പ്രഭാഷണമാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഇതിനെതിരെ വിരമിച്ച നിരവധി ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുണ്ട്. സെക്കന്ദരാബാദിലെ കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റിൽ നടന്ന ഹയർ ഡിഫൻസ് മാനേജ്മെന്റ് കോഴ്സിനിടെയാണ് ലഫ്റ്റനന്റ് ജനറൽ നീരജ് വർഷിണി ഭഗവത്ഗീതയെക്കുറിച്ച് സംസാരിച്ചത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിലും സൈനിക നേതൃത്വത്തിലും ഗീതയ്ക്കുള്ള പ്രാധാന്യം എന്നതായിരുന്നു വിഷയം. കർമ്മയോഗം ഫലേച്ഛ കൂടാതെ കടമ നിർവഹിക്കൽ തുടങ്ങിയ ഗീതയിലെ തത്വങ്ങൾ ഒരു സൈനിക കമാൻഡർക്ക് എങ്ങനെയെല്ലാം വഴികാട്ടിയാകും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ കാതൽ. ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് ഇത് വളരെ പോസിറ്റീവായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എന്നാൽ വിരമിച്ച ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അവരുടെ പ്രധാന വിമർശനങ്ങൾ ഇവയൊക്കെയാണ്. സൈന്യത്തിനുള്ളിൽ വ്യക്തിപരമായ വിശ്വാസങ്ങളാകാം, എന്നാൽ ഒരു ഔദ്യോഗിക പരിശീലന പരിപാടിയിൽ ഒരു പ്രത്യേക മതഗ്രന്ഥത്തെ മാത്രം മുൻനിർത്തി സംസാരിക്കുന്നത് സൈന്യത്തിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് മങ്ങലേൽപ്പിക്കും. സാങ്കേതിക വിദ്യയും ആധുനിക ആയുധങ്ങളും നിയന്ത്രിക്കുന്ന 21-ാം നൂറ്റാണ്ടിലെ യുദ്ധങ്ങളിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദാർശനിക തത്വങ്ങൾക്ക് എത്രത്തോളം പ്രായോഗികമായ ഉപയോഗമുണ്ടെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ലെന്നും സൈന്യത്തിൻ്റെ പ്രൊഫഷണൽ രീതികളെ മാറ്റിമറിച്ച് അതിൽ പ്രത്യയശാസ്ത്രപരമായ താൽപ്പര്യങ്ങൾ തിരുകിക്കയറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും പലരും ഭയപ്പെടുന്നു. അതേസമയം ജനറൽ വർഷിണിയെ അനുകൂലിക്കുന്നവരുണ്ട്. യുദ്ധം എന്നത് കേവലം സാങ്കേതികമല്ലെന്നും അത് മാനസികവും ധാർമ്മികവുമായ ഒരു പോരാട്ടം കൂടിയാണെന്നും അവർ വാദിക്കുന്നു. ലോകമെമ്പാടുമുള്ള സൈനിക അക്കാദമികൾ തത്വചിന്തയും നൈതികതയും പഠിപ്പിക്കാറുണ്ട്. ഭഗവത്ഗീതയെ ഒരു മതഗ്രന്ഥമായല്ല, മറിച്ച് മാനുഷികമായ ഉൾക്കാഴ്ച നൽകുന്ന ഒന്നായാണ് കാണേണ്ടതെന്നാണ് ഇവരുടെ പക്ഷം. മദ്രാസ് ഹൈക്കോടതിയുടെ ചില നിരീക്ഷണങ്ങളും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിപരമായ വിശ്വാസവും ഔദ്യോഗിക കർത്തവ്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുന്നുണ്ടോ എന്നതാണ് ഇവിടെ ചർച്ചയാകുന്നത്. വൈവിധ്യമാർന്ന മതങ്ങളിൽ നിന്നും പശ്ചാത്തലങ്ങളിൽ നിന്നും വരുന്ന ജവാന്മാരെ നയിക്കുന്ന ഓഫീസർമാർ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നൊരു മനോഭാവമാണ് പുലർത്തേണ്ടത്. സൈന്യത്തിൻ്റെ ഐക്യവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ ഇത്തരം പ്രവണതകളിൽ ജാഗ്രത വേണമെന്നാണ് വിരമിച്ച ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ്. നമ്മുടെ സൈന്യത്തിൻ്റെ മതനിരപേക്ഷമായ പാരമ്പര്യം എന്നും കാത്തുസൂക്ഷിക്കപ്പെടട്ടെ.